ISRO ചാരക്കേസ് ഇരകൾക്ക് നീതി കിട്ടണമെന്ന് അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി. 30 കൊല്ലമായി പലരുടെയും തലവര മാറ്റുകയും കെ കരുണാകരന് മുഖ്യമന്ത്രി കസേര നഷ്ടമാവുകയും ചെയ്ത ചാരക്കേസ് ഇപ്പോഴും പുകയുകയാണ്. ഉത്തരം കിട്ടാത്ത നിരവധി കനലുകൾ ആ ചാരത്തിൽ കെടാതെ ബാക്കിയാണ്. എന്നാൽ ISRO ചാരക്കേസ് പ്രതികൾക്ക് നീതി കിട്ടണമെന്ന ശക്തമായ ആവശ്യമുന്നയിക്കുകയാണ് അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി. ഇതിനായി നീതിയുദ്ധവുമായി ഏതറ്റം വരെയും പോരാടുമെന്ന് അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി എക്സ്പ്രസ് വാർത്തയോട് പറഞ്ഞു. ഇന്ത്യ മഹത്തായ പാരമ്പര്യമുള്ള രാജ്യമാണ്. ഇന്ത്യയെ വിശ്വസിച്ച് കുട്ടികളുടെ പഠനത്തിനായി ഇവിടെ എത്തിയ വിദേശ വനിതകളായ മറിയം റഷീദയെയും ഫൗസിയ ഹസനെയുമാണ് കേരള പോലീസിലെ നരാധമന്മാരായ ഉദ്യോഗസ്ഥർ ക്രൂരമായി പീഡിപ്പിച്ചത്. നമ്പി നാരായണന് 1.5 കോടി രൂപ നഷ്ടപരിഹാരം ലഭിച്ചു. പാവങ്ങളായ ഈ വിദേശ സ്ത്രീകൾ നേരിട്ട പീഡനത്തിനും 3.5 കൊല്ലത്തെ ജയിൽവാസത്തിനും നഷ്ടപരിഹാരം നൽകണം. അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി ആവശ്യപ്പെട്ടു. നമ്മൾ 2 പ്രതികൾ മറിയം റഷീദ കിടന്നത് 3 വർഷവും 6 മാസവുമാണ് ജയിലിൽ കിടന്നത്. ഫൗസിയ ഹസൻ കിടന്നത് 3 വർഷവും 1 മാസവുമാണ്. അപ്പോൾ 3 വർഷവും 1 മാസവും നടന്ന ആളുകളും 3 വർഷവും 6 മാസവും നടന്ന ആളുകളും അതുപോലെ തന്നെ 14 ദിവസം നടന്ന ആളുകളും തമ്മിൽ കമ്പയർ ചെയ്യാൻ ഒരിക്കൽ പോലും കഴിയത്തില്ല. അപ്പോൾ ഈ 14 ദിവസം കിടന്ന നമ്പി നാരായണന് മാത്രം ഗവൺമെൻറ്റും കോടതിയും 1,50,00,000 രൂപ കൊടുത്തു. ഈ പാവപ്പെട്ട നിരപരാധികളായ ഈ 2 സ്ത്രീകൾക്കും 1 പൈസ പോലും കൊടുത്തില്ല. അതുപോലെ തന്നെ ശശികുമാർ എന്ന് പറഞ്ഞാൽ ഇപ്പം മരണശയ്യയിൽ കിടക്കുകയാണ്, അദ്ദേഹത്തിന് കാരണം കൊടുത്തില്ല. അതേപോലെ ചന്ദ്രശേഖർ, അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ആഘാതം കൊണ്ട് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വൈഫ് ഇന്ന് HMTയുടെ ജനറൽ മാനേജറായിരുന്നു, അവരിപ്പോൾ റിട്ടയർ ചെയ്തു. അതുപോലെ സുധീർ കുമാർ ശർമ്മ ഒരു വലിയ ഫാക്ടറിയും സംവിധാനവും ഉള്ളതായിരുന്നു, അയാളും മരിച്ചുപോയി. ഇനി ഇതിനകത്ത് ജീവിച്ചിരിപ്പുള്ള ഒരാൾ ഫൗസിയയും മരിച്ചുപോയി. ഇതിനകത്ത് ജീവിച്ചിരിപ്പുള്ള 3 പേരെന്ന് പറയുന്നത് 1 മറിയം റഷീദ, 2 ശശികുമാർ, 3 നമ്പി നാരായണൻ. അപ്പം നമ്പി നാരായണന് കൊടുത്ത തുല്യനീതി ഈ പാവപ്പെട്ട 2 സ്ത്രീകൾക്കും അവരുടെ ഫാമിലിക്കും അതുപോലെ ബാക്കിയുള്ള 3 പേർക്കും കിട്ടണമെന്നാണ് എൻ്റെ പ്രധാനമായ റിക്വസ്റ്റ്. അതുകൊണ്ട് സർക്കാരും ഗവൺമെൻറ്റും ഇതിനകത്ത് ഇടപെട്ട് നീതി, ഈക്വൽ നീതി എല്ലാവർക്കും നടപ്പാക്കണം. ഇപ്പോൾ ശശികുമാർ നമ്പി നാരായണന് കിട്ടിയത് തന്നെ കിട്ടണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നീതി നടപ്പാക്കണം. അത് ഈ രാജ്യത്തിൻ്റെ നീതി തന്നെയാണ്, അശോകൻ്റെ കാലത്തോട്ടുള്ളതാണ്. ആ കാലത്തുള്ള നീതി ഇവരെ നടപ്പിലാക്കണമെന്ന് മാത്രമേ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. എന്തു പ്രതിബന്ധം സഹിച്ചും നീതി കിട്ടും വരെ പോരാടുമെന്ന് അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി പറയുന്നു. നീതിബോധമുള്ള സമൂഹത്തിന് അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധിക്കൊപ്പം നിൽക്കാൻ ബാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ നീതിക്കായുള്ള പോരാട്ടത്തിനാണ് കേരള സമൂഹം ഉള്ളത്. ISRO ചാരക്കേസ് അതിൻ്റെ നാൾ വഴിയിൽ കേരള രാഷ്ട്രീയത്തെ ഉൾപ്പെടെ പിടിച്ചുകുലുക്കി. രാജ്യം ശ്രദ്ധിച്ച കേസായി വളർന്നു. നിയമപോരാട്ടത്തിൽ പുതിയ ഏടുകളുണ്ടാക്കി. നീതിയും ന്യായവും ഇഴകേറി സംസാര വിഷയമായി. പുറത്തുവരാത്ത എന്തൊക്കെയോ ചാരക്കേസുമായി ബന്ധപ്പെട്ട് ഉറപ്പായും ഇനിയും ബാക്കിയുണ്ട്. ദുരൂഹതയുടെ മൂടുപടം ചാരക്കേസിനെ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല.